സോണൽ, ഇനി നമുക്ക് അന്വേഷിക്കേണ്ടത് SC/ST സെല്ലിനെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ ഈ ഗവേഷക വിദ്യാർത്ഥിക്ക്? കാരണം ഇപ്പോൾ SC/ST സെല്ല് ഇവരുടെ പരാതി പരിഗണിച്ച് പരിശോധന നടത്തി അതിൽ തെളിവില്ല എന്ന് കണ്ടതാണ്. പിന്നീട് വീണ്ടും ഈ കുട്ടിക്ക് തെളിവുകളില്ലാതെ പരാതി കൊടുത്താൽ അതെങ്ങനെയാണ് നിൽക്കുക സോണൽ? അരുൺ, രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായി ഇതിലുള്ളത്. അതായത് ഒന്ന് ജാതി അധിക്ഷേപമുണ്ട്, മറ്റൊന്ന് ഈ കുട്ടിക്ക് ഗവേഷണം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ സിനോപ്സിസ് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഗൈഡായിട്ടുള്ള അധ്യാപകൻ മുഖേന സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് ഡോക്ടറൽ കമ്മിറ്റി ഇതുവരെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 6 മാസം കഴിയുമ്പോൾ വർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതനുസരിച്ച് ഡോക്ടറൽ കമ്മിറ്റി വെക്കണമെന്നുള്ള ചട്ടങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് 2 വർഷം കഴിഞ്ഞിട്ടും ഈ കുട്ടിക്ക് ഡോക്ടറൽ കമ്മിറ്റി വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ വിവരാവകാശം വെച്ച് ഈ അധ്യാപകൻ മുഖേന ചോദിച്ച സമയത്ത് സിനോപ്സിസ് കൃത്യമായി വെക്കാത്തത് കാരണമാണ്, സമർപ്പിക്കാത്തത് കാരണമാണ് ഇത്തരത്തിൽ ഡോക്ടറൽ കമ്മിറ്റി സംഘടിപ്പിക്കാൻ കഴിയാത്തത് എന്നുള്ള മറുപടിയാണ് ഈ അധ്യാപകൻ നൽകിയിട്ടുള്ളത്. പക്ഷേ 5ഓളം വിഷയങ്ങളിൽ 5 തവണകളായിട്ട് ഇത്തരത്തിൽ സിനോപ്സിസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥിനി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് കൃത്യമായി കൊടുക്കുന്നുണ്ടെങ്കിലും അത് പരിഗണിക്കുന്നില്ല. ഇവിടെ ഇത്തരത്തിൽ ഗവേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അനുസരിക്കേണ്ടി വരും എന്ന് ഈ അധ്യാപകൻ പറഞ്ഞതായിട്ടാണ് വിദ്യാർത്ഥി ഉൾപ്പെടെ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. 2 വർഷമായിട്ടും ഇതിൽ ഈ കുട്ടിയെ വിദ്യാർത്ഥിയെ പരിഗണിക്കാത്തത് വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ബാച്ചിലുണ്ടായിരുന്ന മറ്റ് കുട്ടികൾക്കൊക്കെ, വിദ്യാർത്ഥികൾക്കൊക്കെ ഇത്തരത്തിൽ ഈ വിഷയത്തിലൊക്കെ പരിഗണന നൽകിക്കൊണ്ട് അവർക്ക് ഗവേഷണവുമായി മുന്നോട്ട് പോകാൻ വേണ്ട സൗകര്യങ്ങൾ സർവകലാശാല ഒരുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ കുട്ടിയുടെ കേസിൽ മാത്രം ഇത്തരത്തിലൊരു പരിഗണന നൽകുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതുകൂടാതെ മറ്റൊരു റാഗിംഗ് പരാതി കൂടിയും ഈ വിദ്യാർത്ഥിനി സർവകലാശാലയിൽ നൽകിയിട്ടുണ്ട്. അത് ഒപ്പം റൂമിലുണ്ടായിരുന്ന ഒരു SFI നേതാവിനെതിരെയാണ്. ഈ വിഷയത്തിൽ ഇന്നലെ സർവകലാശാലയിൽ സിറ്റിംഗ് ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. എന്തായാലും അതിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ എന്തെങ്കിലും റാഗിംഗ് നടപടി ഉണ്ട് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടിക്കെതിരെ SFI നേതാവിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് കൂടി സർവകലാശാല മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിക്ക് ഗവേഷണം പൂർത്തീകരിക്കാൻ വേണ്ട സൗകര്യം ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അരുൺകുമാർ, താങ്ക് യു. എന്തായാലും അതിൽ വസ്തുത പുറത്തു വരട്ടെ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്.